ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി യൂണിറ്റ് 2 അധ്യായം 2. ഈ അധ്യായത്തിൽ സാറാ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നൽകിയിരിക്കുന്നത്. ആനന്ദാശ്രുക്കൾ എന്നാണ് അതിൻ്റെ പേര്. ഈ അധ്യായത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ആദ്യം ഈ കഥയൊന്ന് വായിക്കാം. അതിനുശേഷം ഇതിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ ആമുഖമായി ഒരു വരി നൽകിയിട്ടുണ്ട്. അമർത്തിച്ചിമ്മിയ ഉൾക്കണ്ണുകളിൽ വെളിച്ചവും തെളിച്ചവും. അതായത്, നമുക്ക് കാഴ്ചകൾ അവ്യക്തമാകുമ്പോഴാണ് നാം കണ്ണു തിരുമ്മി കണ്ണു ചിമ്മി നോക്കുന്നത്. അപ്പോൾ മുൻപ് കാണാതിരുന്ന പല കാഴ്ചകളും കുറച്ചുകൂടി വ്യക്തമായി കാണാൻ സാധിക്കും. അതുപോലെ നാം നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ കാണാൻ സാധിക്കുക. സത്യവും മിഥ്യയും ഏതെന്ന് വേർതിരിച്ച് അറിയാൻ സാധിക്കുന്നതും അപ്പോഴാണ്. പാഠഭാഗം വായിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. തൻ്റെ മാതാപിതാക്കളെപ്പറ്റി ജോസിന് ഒരറിവുമുണ്ടായിരുന്നില്ല. കർമ്മലീത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫണേജിലെ വെളുത്തു തടിച്ച സിസ്റ്റർ തെരീസായുടെ പരിചരണത്തിൽ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയ അവ്യക്തമായ ഓർമ്മകളുണ്ട്. സദാ പുഞ്ചിരി തൂകുന്ന മുഖവുമായി തങ്ങളിൽ ഓരോരുത്തരെയും തനത് എന്ന വിചാരത്തോടെ ശുശ്രൂഷിച്ചു വളർത്തിയ സിസ്റ്റർ തെരീസ തനിക്ക് 5 വയസ്സുള്ളപ്പോൾ ആ പ്രായത്തിലുള്ള മറ്റു 3-4 കുട്ടികളോടൊപ്പം പട്ടണത്തിൽ നിന്ന് അകന്നുമാറിയുള്ള ആൺകുട്ടികൾക്കായുള്ള ഈ ഓർഫനേജിലേക്ക് മാറ്റുകയാണുണ്ടായത്. കൂറ്റൻ മതിൽ വളപ്പിനുള്ളിൽ അനേകം ഏക്കറുകളിലായി പരന്നുകിടക്കുന്ന ഈ ഓർഫനേജ് ഒരു പ്രത്യേക ലോകം തന്നെയാണ്. ഇവിടെ 100-ലധികം കുട്ടികൾ, പല പ്രായത്തിലും തരത്തിലുമുള്ളവർ ഒന്നിച്ചു കഴിയുന്നു, ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ. ആർക്കും ആരോടും വ്യക്തിപരമായ ബന്ധങ്ങളില്ല. വ്യക്തിസ്വാതന്ത്ര്യവും വളരെ പരിമിതമാണ്. പക്ഷേ ആ സത്യം അവരെ അലട്ടിയിരുന്നില്ല. തങ്ങളെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ ആരുമില്ലെന്നുള്ള വസ്തുത അവരെ വീർപ്പുമുട്ടിച്ചിരുന്നതുമില്ല. ഓർമ്മ വെച്ചപ്പോൾ മുതൽ മണിമുഴക്കം കേട്ട് ഉണരുന്നു. മണിമുഴക്കം കേട്ട് ആരാധനയ്ക്കായി ഒത്തുകൂടുന്നു. മണിമുഴക്കം കേട്ട് ഊണുമുറിയിൽ എത്തുന്നു. അത് കഴിഞ്ഞ് ചെറിയ കുട്ടികൾ അടുത്തുള്ള പള്ളിവക പള്ളിക്കൂടത്തിലേക്ക് പോകുന്നു. മുതിർന്നവർ തൊഴിൽശാലകളിലേക്കും. ദിവസത്തിന്റെ അന്ത്യത്തിൽ അവർ വീണ്ടും ആരാധനയ്ക്കായി ഒത്തുചേരുന്നു. അവസാന മണിമുഴക്കത്തോടെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയുമായി. നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞു കിട്ടിയ ആ ദിനചര്യയിൽ ആർക്കും തന്നെ പരാതികൾ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയെപ്പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാകാം. പിന്നെ പരാതിപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന മോഹവും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ കുടുംബജീവിതത്തിലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുട്ടികളുമായി പള്ളിക്കൂടത്തിൽ ഇടപഴകുമ്പോൾ ജോസ് തന്റെ വലിയ വിടവിനെപ്പറ്റി ബോധവാനാകാറുണ്ടായിരുന്നു. ഈ ബാഗ് പപ്പ ബോംബെയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇന്നലെ എൻ്റെ പിറന്നാളിന് അമ്മ പായസം വെച്ചു. ഈ അവധിക്ക് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ പോകും. ഈ ആണ്ടിൽ ജയിച്ചാൽ വല്യപ്പച്ചൻ ഒരു ചെറിയ സൈക്കിൾ വാങ്ങിച്ചു തരും എന്നൊക്കെ കൂട്ടുകാർ വലിപ്പം പറയുമ്പോൾ അവൻ്റെ കൊച്ചു ഹൃദയം നുറുങ്ങി വേദനിക്കും. തൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കാൻ ആരും തന്നെ ഇല്ലല്ലോ. എങ്കിലും അവന് ഏറ്റവും മനപ്പീഡ തോന്നിയിരുന്നത് കുട്ടികളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ സഹപാഠികൾ അവനെ ആരുമില്ലാത്തവൻ എന്നു വിളിച്ച് അപഹസിക്കുമ്പോഴായിരുന്നു. ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങ പോലെ താൻ ഈ ഭൂമുഖത്ത് എങ്ങനെ വന്നു പെട്ടു എന്ന് ഒരിക്കലും താൻ അറിയാൻ പോകുന്നില്ല. വൈകുന്നേരങ്ങളിൽ മ്ലാനത മൂടിക്കെട്ടിയ മുഖവുമായി കളിക്കാൻ കൂട്ടാക്കാതെ ജോസ് അനാഥാലയത്തിന്റെ നീണ്ട നടശാലയുടെ പടികളിൽ ചടഞ്ഞുകൂടുമ്പോൾ സ്നേഹത്തിന്റെ വെളിച്ചവുമായി അവന്റെ വിഷമതകൾ ആരാഞ്ഞ് ഫാദർ ഫ്രാൻസിസ് അരികിലെത്തും. മകനെ, എന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഇങ്ങടുത്തു വരൂ. നിന്റെ മുഖത്ത് എന്താണൊരു വല്ലായ്മ? ഒന്നും ഒളിച്ചു വെക്കാതെ എന്നോട് പറയൂ. കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ. തന്റെ മനസ്സിൽ തിങ്ങിക്കൂടുന്ന അവ്യക്തമായ വേദനകൾക്ക് വാക്കുകൾ കൊണ്ട് രൂപം നൽകാനാവാതെ അവൻ കുഴങ്ങുമ്പോൾ അദ്ദേഹം സാന്ത്വനപൂർവ്വം തോളത്ത് തലോടിക്കൊണ്ട് പറയും, മകനെ, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിനക്ക് ആരുമില്ലല്ലോ എന്ന് ഒരിക്കലും നിരാശപ്പെടരുത്. അതാ നോക്കൂ, ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ രൂപം. അശരണരുടെയും അനാഥരുടെയും ആശ്വാസം അവിടെയാണ്. പണത്തിനും പ്രതാപത്തിനും ബന്ധുക്കൾക്കും നൽകാൻ കഴിയാത്ത ആശ്വാസം നിനക്കവിടെ കണ്ടെത്താൻ കഴിയും.
അദ്ദേഹം പറഞ്ഞതെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാൻ അവനു കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ആ ക്രൂശിത രൂപത്തിന്റെ മുൻപിൽ അവൻ ശരണം പ്രാപിച്ചു. ചെറുതും വലുതുമായ അവന്റെ ദുഃഖങ്ങൾ നിരത്തിവെച്ചു. എന്നും മുട്ടിപ്പായി അവന് ഒരപേക്ഷ ഉണർത്തിക്കാനുണ്ടായിരുന്നു. അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം തെളിച്ചു തരണേ. കിടക്കപ്പായിൽ മുട്ടുകുത്തി അവൻ ഹൃദയം നൊന്തു പ്രാർത്ഥിച്ചു. ഈശോ തമ്പുരാനെ, എനിക്ക് ക്ലാസ് കിട്ടണേ. നിം നിം നിം. പ്രഭാതമണികൾ മുഴങ്ങുകയാണ്. അവൻ ചാടി എണീറ്റു. തന്റെ അരികിൽ ഉറക്കച്ചടവോടെ കിടന്നിരുന്ന പീറ്റർ പോലും എണീറ്റു വരാൻ കാത്തു നിൽക്കാതെ തിടുക്കത്തിൽ പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ചു. ചാപ്പലിലെത്തി. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഫാദർ ഫ്രാൻസിസ് സുസ്മേരവദനായി ചാപ്പലിന്റെ നടയിൽ തന്നെ നിൽപ്പുണ്ട്. അവൻ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി ഫാദറിനെ വന്ദിച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മകനെ. നിന്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടിരിക്കുന്നു. ഇതാ നോക്കൂ. ലോഹയുടെ കീശയിൽ നിന്ന് അദ്ദേഹം പത്രമെടുത്ത് അവന്റെ നേരെ നീട്ടിപ്പിടിച്ചു. തന്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവന്റെ കണ്ണുകൾ തറച്ചു നിന്നു. മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി. അടുത്ത ക്ഷണം അവൻ കണ്ണുകൾ ഉയർത്തി ഫാദർ ഫ്രാൻസിസിനെ നോക്കി, തന്റെ ഭാവി എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ. അതേപ്പറ്റി തുറന്നു ചോദിക്കാൻ ധൈര്യം പോരായിരുന്നു. അദ്ദേഹം പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു, വരൂ ജോസ്, എന്റെ മുറിയിൽ വരൂ. വിറയാർന്ന കാൽവയ്പോടെ ജോസ് അദ്ദേഹത്തെ അനുഗമിച്ചു. ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയോടെ മനസ്സ് പിടയുകയായിരുന്നു. അവൻ അകത്തു കടന്നപ്പോൾ അദ്ദേഹം വാതിൽ ചാരി. എന്നിട്ട് അവനെ അരികിലേക്ക് വിളിച്ചു. ജോസ്, ഇങ്ങടുത്തു വരൂ. നിന്റെ മനസ്സിലെ ആലോചനകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. മകനെ, നീ ആശിക്കുന്നത് പോലെ നിന്നെ തുടർന്ന് പഠിപ്പിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. ഫാദർ ജോസഫും അതിന് അനുകൂലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജോസിന്റെ കണ്ണുകളിൽ ആനന്ദാശ്രുകൾ നിറഞ്ഞു. അദ്ദേഹം വാത്സല്യപൂർവ്വം അവന്റെ തോളിൽ തട്ടി. ജോസ് നന്നായി വരുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അതിന് ശ്രമിക്കുകയും ചെയ്യും. വീടും കുടുംബവും ഉപേക്ഷിച്ച് യേശുവിന്റെ വേലയ്ക്കായി ഇറങ്ങിയവനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കേണ്ടതാണ്. പക്ഷേ എന്തോ നിന്നോട് മാത്രം പ്രത്യേകമായ ഒരടുപ്പം, സ്വന്തം മകനെ പോലെ. വികാരനിർഭരമായ സ്വരം പെട്ടെന്ന് നിയന്ത്രിച്ചിട്ട് അദ്ദേഹം തുടർന്നു. ആ, അതുപോട്ടെ. ഇവിടെ കോളേജ് ഇല്ലാത്തതുകൊണ്ട് ചങ്ങനാശ്ശേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും. ഏതായാലും നീ ഭാവിയെ ഓർത്ത് വിഷമിക്കണ്ട. എല്ലാം നീ ആശിച്ചതുപോലെ ശരിപ്പെടും. ഫാദർ ഫ്രാൻസിസിനെ ഒന്നുകൂടി വന്ദിച്ചിട്ട് അവൻ മുറിക്ക് പുറത്തു കടന്നു. ആഹ്ലാദം കൊണ്ടവൻ വീർപ്പുമുട്ടുകയായിരുന്നു. ഡൈനിങ് ഹാളിന്റെ പടികളിൽ പീറ്റർ അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. തനിക്ക് കൈവന്ന ഭാഗ്യം തന്റെ കൊച്ചു സുഹൃത്തിനെ അറിയിക്കാനുള്ള അക്ഷമയോടെ അവൻ വേഗം നടന്നു. പക്ഷേ ജോസ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ പീറ്റർ വിളിച്ചു ചോദിച്ചു, ജോസേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? കാലത്തെ പത്രം വന്ന് കാണും. ഫാദറിന്റെ മുറിയിൽ പോയി റിസൾട്ട് നോക്കണ്ടേ? ഞാൻ ഫാദറിന്റെ അടുക്കൽ നിന്ന് തന്നെയാണ് പീറ്റർ വരുന്നത്. നിന്റെ പ്രാർത്ഥന മാതാവ് കേട്ടിരിക്കുന്നു. എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ ഫാദർ ഫ്രാൻസിസ് പറഞ്ഞതൊക്കെ പീറ്ററിനെ പറഞ്ഞു കേൾപ്പിച്ചു. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി. എന്റെ ജോസേട്ടാ, ഇനി എന്തു വേണം? രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആനന്ദാശ്രുക്കൾ. മുറിപ്പാടുകൾ, സാറ തോമസ്. നമുക്ക് ഈ അധ്യായത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കാം. ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? ജോസ് എന്ന അനാഥനായ ബാലൻ, അവനെ വളർത്തുന്ന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഫാദർ എന്നിവരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ജോസ് എന്ന് പറയുന്ന കുട്ടി ജനിച്ചപ്പോൾ മുതൽ അനാഥാലയത്തിൽ തന്നെയാണ് വളരുന്നത്. 5 വയസ്സ് വരെ അവൻ കർമ്മലീത കന്യാസ്ത്രീകൾ നടത്തിയിരുന്ന ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്ന ഒരു ഓർഫനേജിലാണ് ജീവിച്ചിരുന്നത്. 5 വയസ്സിനു ശേഷം അവനെ ആൺകുട്ടികൾ മാത്രമുള്ള ഓർഫനേജിലേക്ക് മാറ്റി. അവിടെ അവനെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു, അതായത് ഒരു പള്ളിയിലച്ഛൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഫാദർ ഫ്രാൻസിസ്. അനാഥാലയത്തിലെ ജീവിതം ചിട്ടയും ക്രമവും ഉള്ളതായിരുന്നു. എല്ലാ മണിയടികൾക്ക് അനുസരിച്ച് രാവിലെ ഉണരാൻ മണി, അതുപോലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഒരു ബെല്ലടിക്കും, അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ, തിരിച്ചു വന്നിട്ട് പഠിക്കുന്നതിന് വേണ്ടി, രാത്രി ഭക്ഷണം കഴിക്കുന്നതിന്, ഉറങ്ങുന്നതിന് ഒക്കെ കൃത്യമായ ഇടവേളകളിൽ മണി മുഴങ്ങും. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച്, ആഹാരം കഴിച്ച്, പഠിച്ച്, ഉറങ്ങി, അങ്ങനെ എല്ലാ ദിവസവും ഒന്നുപോലെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കും. ആ ജീവിതത്തിന് അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ജോസിന് എന്തോ ഒരു വിടവ്, എന്തോ ഒരു ശൂന്യത അവിടെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ശൂന്യത? അവൻ പഠിക്കുന്നത്
ഒരു പള്ളിക്കൂടത്തിലാണ്, സ്കൂളിലാണ്. അവിടെ ഈ അനാഥാലയത്തിൽ നിന്ന് മാത്രമുള്ള കുട്ടികളല്ല ഉള്ളത്. പുറത്ത് വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളും ഉണ്ട്. ആ കുട്ടികൾക്കൊക്കെ വീട്ടിൽ അച്ഛനമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ വീടുകളിലെ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സമ്മാനങ്ങളെക്കുറിച്ച്, അവർക്ക് കിട്ടുന്ന കരുതലിനെക്കുറിച്ച്, അവർക്ക് കിട്ടുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ജോസിന് തനിക്ക് ആരുമില്ലല്ലോ എന്ന് ഓർമ്മ വരും. അപ്പോഴാണ് അവന് ശൂന്യത അനുഭവപ്പെടുക. എങ്കിലും അവനെ ഏറ്റവും അധികം വേദനിപ്പിച്ചിരുന്നത് ഇതൊന്നുമായിരുന്നില്ല. അവനോട് എന്തെങ്കിലും കാര്യത്തിന് പിണങ്ങുമ്പോൾ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ അവനെ ആരോരുമില്ലാത്തവൻ, അനാഥൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇതാണ് ജോസിനെ ഏറ്റവും അധികം വേദനിപ്പിച്ചിരുന്നത്. അപ്പോൾ തൻ്റെ എല്ലാ ശൂന്യതകൾക്കും പരിഹാരമായി, തൻ്റെ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരമായി അവൻ കാണുന്നത് തൻ്റെ ഭാവി ജീവിതം താൻ തന്നെ സ്വയം നല്ലതായി കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ്. അതിനുള്ള മാർഗമായി അവൻ കാണുന്നത് നല്ല മാർക്കോടുകൂടി പഠിച്ച് ജയിച്ച് കോളേജിൽ പോയി പഠിച്ചിറങ്ങി വലിയ ഉദ്യോഗമൊക്കെ മേടിച്ച് ഒരു നല്ല ജോലിയിൽ പ്രവേശിച്ച് പിന്നെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പരിഹാരമായി, അതായത് താൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം ജീവിക്കുന്നതിന് ഉള്ള മാർഗമായി അവൻ കാണുന്നത്. അങ്ങനെ അവൻ നന്നായി പഠിക്കുന്നു. ബോർഡ് എക്സാമിന് അവൻ നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുന്നു. എന്നിട്ട് കർത്താവിനോട്, ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നല്ല മാർക്ക് കിട്ടണേ, നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ ഇവിടെ ക്ലാസ് കിട്ടണേ എന്നാണ് പറഞ്ഞിരിക്കുക. ഇപ്പം നിങ്ങൾക്കൊക്കെ full A+ കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് പണ്ട് കാലത്തൊരു കുട്ടി ക്ലാസ് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിലേ നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അവന് ക്ലാസ് കിട്ടണേ എന്നവൻ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ അവന് നല്ല മാർക്കോടുകൂടി പാസ്സാകാനും സാധിക്കുന്നുണ്ട്. അപ്പോഴും അവൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. ആരോരുമില്ലാത്ത എന്നെ ആരാണ് തുടർന്ന് പഠിപ്പിക്കുക, ആരെന്നെ കോളേജിൽ അയക്കും, എൻ്റെ ഫീസ് ആരടയ്ക്കും എന്നൊക്കെ. അപ്പോഴാണ് ഫാദർ പറയുന്നത്, നീ നന്നായി പഠിച്ച് നിൻ്റെ പ്രാർത്ഥന പോലെ നിനക്ക് നല്ല മാർക്ക് കിട്ടിയിരിക്കുകയാണ് കുഞ്ഞെ, നിന്നെ ഞങ്ങൾ തുടർന്നും പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിനക്ക് അതിനു വേണ്ടി നിന്നെ പട്ടണത്തിലേക്ക് അയക്കുകയാണ്. അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ച് നന്നായി പഠിക്കാനുള്ള അവസരം ഞാൻ നിനക്ക് ഉണ്ടാക്കിത്തരാമെന്ന്. അപ്പോൾ അവൻ്റെ മനസ്സിലെ പ്രാർത്ഥനയും ആഗ്രഹവും എന്തായിരുന്നുവോ അതുതന്നെ ഒടുവിൽ സംഭവിച്ചു, അല്ലേ? എന്നാൽ വെറുതെ അങ്ങ് സംഭവിക്കുകയായിരുന്നോ? അല്ല. അതിനുവേണ്ടി ജോസ് കഠിനമായി പ്രയത്നിച്ചു, നന്നായി പഠിച്ചു, നന്നായി അധ്വാനിച്ചു, അല്ലേ? അവൻ്റെ പാഠങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് വൃത്തിയായി പരീക്ഷ എഴുതിയത് കൊണ്ടാണ് അവൻ്റെ പ്രാർത്ഥന പോലെ തന്നെ കാര്യങ്ങൾ വന്നു ചേർന്നത്. ഒന്നും പഠിക്കാതെ അവൻ സ്കൂളിൽ പോയി പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ എത്ര ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിലും ഒരു ദൈവവും അവനെ കൈയേൽക്കുമായിരുന്നില്ല. അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന ഒരു ചൊല്ലിൻ്റെ നേർചിത്രം കൂടിയാണ് നാം ഈ അധ്യായത്തിൽ കാണുന്നത്. ജോസ് എപ്പോഴാണ് പ്രാർത്ഥിച്ചത്? തനിക്ക് ചെയ്യാനുള്ള എല്ലാ കർത്തവ്യങ്ങളും കൃത്യമായി നിർവഹിച്ചതിനു ശേഷം, പാഠങ്ങളെല്ലാം പഠിച്ച് പൂർത്തിയാക്കിയതിനു ശേഷം, നന്നായി പരീക്ഷ എഴുതി കഴിഞ്ഞാണ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്ക് ക്ലാസ് കിട്ടണേ എന്ന്. അപ്പോൾ അവൻ്റെ ആഗ്രഹപ്രകാരം തന്നെ അവന് നല്ല മാർക്കോടുകൂടി പാസ്സാകാനും തുടർ വിദ്യാഭ്യാസം നടത്താനും സാധിച്ചു. ഇനി നമുക്ക് എന്തറിയാം? ജോസിൻ്റെ മുന്നോട്ടുള്ള ജീവിതം ശോഭനമായിരിക്കുമെന്നും അവൻ നല്ല മാർക്കോടുകൂടി പാസ്സായി കോളേജിലും ഒന്നാമനായി ജയിച്ച് നല്ല ഉദ്യോഗമൊക്കെ നേടി അവൻ ഇഷ്ടമുള്ളതുപോലെ ഒരു കുടുംബജീവിതവും അവൻ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ? അങ്ങനെ ഒരു പ്രത്യാശയിലാണ് ഈ പാഠം അവസാനിക്കുന്നത്. തുടർന്ന് ഈ അധ്യായത്തിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങളാണ് വരുന്നത്. അവ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതി കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടെ ഉത്തരങ്ങളും രൂപീകരിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.